இதை எண்ணி எண்ணி இயற்கையை வியக்கிறேன். எட்டாத உயரத்தில் நிலவை வைத்தவன் யாரு? பெண்ணே பெண்ணே பூங்காற்று அறியாமல் பூவை திறக்க வேண்டும், பூவோட அறியாமல் தீமை ருசிக்க வேண்டும். ஆனா உலகை ரசிக்க வேண்டும் நான் உன் போன்ற பெண்ணோடு. ടീം ഫീനിക്സിന്റെ ജോക്കർ കാർഡാണ് ഇവിടെ പ്ലേ ചെയ്തത്. ആര്യ ആദ്യം സ്റ്റേജിൽ വന്നപ്പോൾ തന്നെ ഒരു പാവക്കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു. മിൻസാര കനവ് എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ കാജലും പ്രഭുദേവിയും അഭിനയിച്ചിട്ടുള്ള സോങ് ആണിത്. വളരെ മനോഹരമായിരുന്നു. എനിക്ക് ഓൾ ടുഗെദർ എനർജി ലെവലും ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എവിടെയോ നേരത്തെ ചെയ്ത ഒരു ഡാൻസ് പെർഫോമൻസിന്റെ സ്റ്റെപ്സ് ഒക്കെ റിപ്പീറ്റഡ് ആയി തോന്നി. എനിക്ക് എവിടെയോ അങ്ങനെ തോന്നിയായിരുന്നു. അതോ ഐ തിങ്ക് വിത്ത് ദിസ് കോസ്റ്റ്യൂം കുറച്ചും കൂടി ഒരു സംതിങ് വിത്ത് ആ സോങ്ങും കുറച്ചും കൂടി സംതിങ് ഡിഫറെന്റ് ചെയ്യാം. എനിക്ക് തോന്നിയത് ഒരു ചില സ്റ്റെപ്സ് ഒക്കെ മാത്രമേ അങ്ങനെ ഒരു ഇതായി പറയുമല്ല. പക്ഷെ പോസിറ്റീവ് പറയുന്ന കൂട്ടത്തിൽ ഞാൻ അതിന്റെ എന്താണ് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. സോ ലെറ്റ്സ് സീ ഇനി നമ്മുടെ ഗസ്റ്റിന് എത്രത്തോളം ആര്യയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു എന്ന്. ആൻഡ് You're a beautiful dancer. Thank you. മാത്രമല്ല അത്ര ക്യൂട്ട് എക്സ്പ്രഷൻസും ആണ്. ഭയങ്കര ക്യൂട്ട് എക്സ്പ്രഷൻസും ആണ്. വെരി ബ്യൂട്ടിഫുൾ ഡാൻസർ. ജോയിച്ചേച്ചി പറഞ്ഞ പോലെ യു ലുക്ക് ലൈക്ക് എ ഡോൾ. യുനോ നമ്മളിങ്ങനെ നോക്കിയിരിക്കും കുറെ നേരം. വെരി ബ്യൂട്ടിഫുൾ ഡാൻസർ. മനു അടിപൊളി ഭാവേ. എനിക്കും പറയാനുള്ള നല്ലൊരു കുഞ്ഞൊരു പാക്കുട്ടി വെക്കുന്ന പോലെ നല്ല ഫീൽ ഉണ്ട്. നന്നായിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അത് മാത്രമല്ല ആര്യ ഭയങ്കര വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പെർഫോമൻസ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാതെ ചിലപ്പം അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇറ്റ് ഡസന്റ് മാറ്റർ, യു വേ എൻജോയിങ്. അതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് സ്വയം എൻജോയ് ചെയ്ത് കളിക്കുക എന്നുള്ളത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ആര്യയിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. സോ ഇനി നമുക്ക് മിസ്റ്റർ വോയ്സിനോട് ചോദിക്കാം അദ്ദേഹത്തിന് എന്താണ് തോന്നിയതെന്ന്. മിസ്റ്റർ വോയ്സ്. ആര്യ നന്നായി തന്നെ പെർഫോം ചെയ്തു. ആദ്യത്തെ പെർഫോമൻസിൽ ചെറുതായിട്ട് കാല് മുറിഞ്ഞിരുന്നല്ലേ? വേദനയുണ്ടോ? അതാണോ അവസാനം കാലിൽ അല്ലല്ല, ഇതിനു വേണ്ടിട്ട് ആദ്യം വെച്ചതാ ഈ ഷൂ. സ്റ്റെപ്പ് ആയിരുന്നു അല്ലേ അത്? അതെ. ഓക്കെ, പക്ഷേ ഇതൊരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേണ്ടി ചെറിയ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. പെർഫോമൻസ് നല്ലതായിരുന്നു എങ്കിലും അവർ പറഞ്ഞതുപോലെ തന്നെ ചില പോരായ്മകൾ കാണുന്നു. സോ ഞാൻ നൽകുന്നു 6 stars. ആര്യ അത് അടിപൊളി കേട്ടോ. നിങ്ങളുടെ ജോക്കർ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്ലേ ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട്. ഇൻ കേസ് അത് ചീറ്റി പോയാൽ ഉള്ള മാർക്കും കൂടി കയ്യിൽ നിന്ന് പോവുമെന്ന്. പക്ഷെ രക്ഷപ്പെട്ടു മോളെ, ഒരു മാർക്കിൽ രക്ഷപ്പെട്ടു. കാരണം അവർക്ക് കിട്ടിയത് ടീം മുദ്രയ്ക്ക് കിട്ടിയത് 5 stars ആണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 6. ഉറക്കെ പറ. റൈറ്റ്. സോ ഐ തിങ്ക് ഈ റൗണ്ടിൽ നിങ്ങളാണ് ജയിച്ചിരിക്കുന്നത്. ദാറ്റ്സ് റിയലി ഗുഡ്. ഹാപ്പി? ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്കോർസ് ഒക്കെ നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു, ആര് സമ്മാന മഴയായി പോകും, ആര് പെരുമഴയിൽ ഒലിച്ചു പോകും എന്നൊക്കെ നോക്കാം. എന്താണ് ഇനി